ഒരു കുറുക്കൻ നദീതീരത്ത് കിടന്ന് വിശ്രമിക്കുകയാണ്. അതിൻ്റെ അടുത്ത് തന്നെ നദിയിൽ നിന്ന് മീൻ പിടിക്കുന്ന ഒരു കൊക്കുമുണ്ട്. ആ കൊക്ക് മീനിനെ പിടിച്ച് കുറുക്കൻ്റെ അടുത്തേക്കിടും. കുറുക്കൻ അവയെടുത്ത് അടുത്ത് വെച്ചിരിക്കുന്ന കുട്ടയിലിടും. എന്നിട്ട് വീണ്ടും കണ്ണുമടച്ച് കുറുക്കൻ വിശ്രമിക്കും. ഹേ കുറുക്ക, നമ്മുടെ കൊട്ടയിൽ എത്ര മത്സ്യങ്ങളായി? ഇന്ന് വളരെ കുറവാണ് സുഹൃത്തെ. വെറും 4 മീനിനെയാണ് താങ്കൾ ഇന്ന് പിടിച്ചിരിക്കുന്നത്. ഞാൻ ഈ 4 മത്സ്യം കൊണ്ട് നമുക്ക് 2 പേർക്കും എന്താണ് ഭക്ഷണം തയ്യാറാക്കുക? എന്താണ് ഈ പറയുന്നത് കുറുക്ക? ഈ 4 മത്സ്യം കൊണ്ട് നമുക്ക് 2 പേർക്ക് സമൃദ്ധമായി കഴിക്കാനുള്ളത് ഉണ്ടാക്കാമല്ലോ. എനിക്കറിയില്ല സുഹൃത്തെ. നോക്കൂ, നാളെ രാവിലെ താങ്കൾ എൻ്റെ വീട്ടിൽ വന്നാൽ 16 തരം മത്സ്യം കൊണ്ടുണ്ടാക്കിയ സൂപ്പ് ഞാൻ താങ്കൾക്ക് വെച്ച് തരാം. എന്ത് സ്വാദാണെന്നോ. പക്ഷേ താങ്കൾ എനിക്ക് 16 തരത്തിലുള്ള സൂപ്പ് ഉണ്ടാക്കാൻ 16 തരം മത്സ്യങ്ങളെ പിടിച്ചു തരണം. എന്താ, മനസ്സിലായോ? തീർച്ചയായും കുറുക്ക, ഞാൻ ഇപ്പോൾ തന്നെ 16 തരം മത്സ്യങ്ങളെ താങ്കൾക്ക് പിടിച്ചു തരാം. കുടിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതുകൂടി കുടിക്കൂ, മീനിന്റെ 1-ാം തരം സൂപ്പ്. ഞാൻ നിനക്ക് വേണ്ടി 16 തരത്തിലുള്ള മീൻ കൊണ്ടുണ്ടാക്കിയ സൂപ്പാണിത്. കുടിച്ചു നോക്കൂ. ഇത്തരത്തിലുള്ളൊരു സൂപ്പ് നീ നിന്റെ ജീവിതത്തിൽ കുടിച്ചിട്ടുണ്ടാവില്ല. ഇവൻ ഈ പാത്രത്തിൽ നിന്ന് അവൻ്റെ നാവ് കൊണ്ട് സൂപ്പ് മുഴുവൻ നക്കി കുടിക്കുന്നു. ഞാൻ ഈ നീളമുള്ള കൊക്ക് ഉപയോഗിച്ച് എങ്ങനെ ഈ പാത്രത്തിൽ നിന്ന് സൂപ്പ് കുടിക്കും? എനിക്ക് നീളമുള്ള നാവില്ലല്ലോ. എന്തു പറ്റി സോദര? സൂപ്പിൻ്റെ മണം തന്നെ നാവിൽ വെള്ളം ഊറിക്കുന്നു അല്ലേ? ഓ, മനസ്സിലായി. നിനക്ക് സൂപ്പ് കുടിക്കാൻ പറ്റിയ നാവില്ലല്ലോ. നീ എങ്ങനെ സൂപ്പ് കുടിക്കും? പാവം, നിന്റെ ഒരു അവസ്ഥ കഷ്ടം തന്നെ. കുറുക്ക, എന്റെ നാവ് ചെറുതാണെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ, എന്നിട്ട് നീ എന്നെ... നിനക്ക് നീളമുള്ള നാവില്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യാൻ? എന്തായാലും ഈ സൂപ്പ് മുഴുവൻ ഞാൻ കുടിക്കാം. കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, കളയാൻ പറ്റുമോ? എനിക്ക് മനസ്സിലായി, ഇവൻ എന്നെ കളിയാക്കുകയാണ്. ഞാൻ അങ്ങനെ തോറ്റു തരില്ല. ഇതിനു പകരം ഞാൻ വീട്ടും. നീ കാത്തിരുന്ന് കണ്ടോ. കുറുക്ക, ഇത്തവണ വിരുന്നിൽ മധുരം വിളമ്പാത്ത കാരണം ഒരു രസം ഉണ്ടായിരുന്നില്ല. അടുത്ത ആഴ്ച നീ എൻ്റെ വീട്ടിൽ വരൂ. ഞാൻ നിനക്ക് നല്ല പായസം ഉണ്ടാക്കി തരാം. നിനക്ക് പായസം വലിയ ഇഷ്ടമല്ലേ? സത്യമാണോ? അതെ. എനിക്കിത് കേട്ടിട്ട് വളരെ സന്തോഷമായി. അപ്പൊ അടുത്ത ആഴ്ച കുശാലായി. ഞാൻ പോട്ടെ. എങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച എൻ്റെ വീട്ടിൽ കാണാം. തീർച്ചയായും. എന്ത് നല്ല പാൽപ്പായസോ ഞാൻ ഉണ്ടാക്കിയത്. എന്ത് സ്വാദാണെന്നോ. ശരിയാണ്, പക്ഷെ ഇത് ഞാൻ എങ്ങനെ കുടിക്കും? നിന്റെ നാവ് വലുതല്ലേ, നീ ഇത് കൂജയിലിട്ട് പായസം കുടിക്കൂ. നല്ല മധുരവും നെയ്യൊക്കെ ഇട്ട് ഞാൻ ഉണ്ടാക്കിയതാ. കുടിച്ചു നോക്കൂ. ശരി, നോക്കട്ടെ. പായസത്തിൻ്റെ മണം കേട്ടിട്ട് എൻ്റെ വായിൽ വെള്ളം വരുന്നു. പക്ഷേ ഇവൻ പായസം കൂജയിലാണല്ലോ തന്നത്. ഇത് ഞാൻ എങ്ങനെ കുടിക്കും? എനിക്ക് കൊതിയാവുന്നു. ഇത് കുടിക്കാനും പറ്റുന്നില്ല. കുടിച്ചിട്ടും മതിയാവുന്നേ ഇല്ല. എന്താ നോക്കി നിൽക്കുന്നത്? എന്റെ വയറ് നിറഞ്ഞു, പക്ഷെ മനസ്സ് നിറഞ്ഞില്ല. കുറുക്ക, എന്താ നിന്റെ പായസം അതുപോലെ ഇരിക്കുകയാണല്ലോ. കുടിക്കു കുറുക്ക. അല്ലെങ്കിൽ വേണ്ട, ഞാൻ കുടിക്കാം. എന്തു മധുരം. ഇപ്പൊ എങ്ങനെയുണ്ട് കുറുക്ക? അന്ന് നീ എന്നോട് കാണിച്ചത് ഓർമ്മയില്ലേ? ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് പകരം വീട്ടിയിരിക്കുന്നു. ഇനിയെങ്കിലും ഓർമ്മിക്കും. മറ്റുള്ളവരെ കളിയാക്കുമ്പോൾ എപ്പോഴെങ്കിലും താനും തിരിച്ചു പറ്റിക്കപ്പെടും.